UDF സർക്കാർ അധികാരത്തിലേക്ക് എത്തുകയും ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല വന്നതോടെ കേരള പോലീസിന് മൊത്തത്തിൽ ഒരു ഉണർവ് വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുവരെ ഉറങ്ങിക്കിടന്ന കേരള പോലീസ് ഒന്ന് എണീറ്റ് ഒന്ന് ആക്റ്റീവ് ആവുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. അതിനുശേഷം പോലീസ് സ്റ്റേഷൻ, അതിന് പോലീസിന്റെ ആസ്ഥാന മന്ദിരം സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു നിർണായകമായ ഒരു തീരുമാനം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനു ശേഷം ഒരു തീരുമാനമെടുത്തു. അതായത് കേരളത്തെ നമുക്ക് ലഹരി മുക്തമാക്കണം, അതായത് ലഹരി മുക്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റണം. അതിനുവേണ്ടി ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന ഒരു ശക്തമായ ഒരു ഓപ്പറേഷൻ, അതായത് ലഹരി മാഫിയകളെ അടിച്ചമർത്തുക എന്നുള്ള ഒരു ശക്തമായ ഒരു നീക്കത്തിലേക്ക് പോകണം എന്ന ഒരു നിർണായകമായ ഒരു നിർദ്ദേശം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് ഉദ്യോഗസ്ഥർക്ക്, DGPക്ക് ഉൾപ്പെടെയുള്ളവർക്ക് നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്നു മുതൽ നഗരത്തിൽ വ്യാപകമായി തന്നെ 24 മണിക്കൂറും കേരള പോലീസിന്റെ വലിയ രീതിയിലുള്ള ഒരു പരിശോധന തന്നെയുണ്ട്. ഈ ലഹരി വസ്തുക്കളുടെയൊക്കെ തന്നെ ഏറ്റവും പ്രധാന സ്പോട്ടായ പെരുമ്പാവൂർ വരെ പോലീസ് ഓടിച്ചെന്ന് ഒരു പരിശോധന നടത്തുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളടക്കം ഓടിച്ചിട്ട് പിടിക്കുന്നു. അതായത് ഇപ്പോൾ പിടിക്കുന്നത് ചെറിയ കണ്ണികളെ അല്ല, വലിയ വലിയ കണ്ണികളെ, വലിയ വലിയ മാഫിയ സംഘങ്ങളെ വരെയാണ് ഇപ്പോൾ കേരള പോലീസ് പിടിക്കുന്നത്. ഈ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് പിടികൂടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സൈനികരും അതോടൊപ്പം തന്നെ സിനിമാ താരവുമായ മോഹൻലാൽ ഒരു പൂർണ്ണ പിന്തുണയാണ് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് പൂർണ്ണ പിന്തുണ ഈ പദ്ധതിക്ക് മോഹൻലാൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അദ്ദേഹവും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഒരു ആശയവിനിമയം നടത്തുന്നതും കൂടാതെ ദി ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുടെയും സംസാരത്തിന്റെയും ദൃശ്യങ്ങളടക്കം അദ്ദേഹം പുറത്തുവിട്ടത്. അതോടെ മോഹൻലാൽ ഇനി തൂഫാൻ വാരിയറായി മാറും. കൂടാതെ ലഹരിക്കെതിരായ പോരാട്ടത്തിന് കേരള പോലീസുമായി കൈകോർക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഈ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ നോഡൽ ഓഫീസറായ IG പുട്ട വിമലാദിയും ഈ കൂടിക്കാഴ്ചയിൽ മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നു. അതായത് രമേശ് ചെന്നിത്തലയും പുട്ട വിമലാദിയും ഒന്നിച്ചാണ് മോഹൻലാലുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ലഹരി മുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണയാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലെയും പങ്കാളിത്തം, അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലും പങ്കാളികളാകുന്ന ജനകീയ മുന്നേറ്റമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്നാണ് മോഹൻലാൽ ഇപ്പോൾ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ മോഹൻലാൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, പോലീസുകാർ മാത്രമല്ല ജനങ്ങളും ഇതിലേക്ക് പങ്കാളിയാവണം, എങ്കിൽ മാത്രമേ നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ തകർക്കാൻ, ഈ ലഹരി മാഫിയകളെ തകർക്കാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. കൂടാതെ ലഹരി മാഫിയകൾക്കെതിരെ ശക്തവും ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തതുമായ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് രമേശ് ചെന്നിത്തലയും പറയുന്നത്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും കേരള പോലീസിനെയും സംസ്ഥാന സർക്കാരിനെയും മോഹൻലാൽ അഭിനന്ദിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അനേകം കുടുംബാംഗങ്ങളെയും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ലഹരിയുടെ അപകട വലയത്തിലേക്ക് നിന്ന് രക്ഷപ്പെടുത്താൻ ഈ ദൗത്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. തന്റെ മാതാപിതാക്കളുടെ സ്മരണാർത്ഥം പ്രവർത്തിക്കുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ രൂപകൽപ്പന ചെയ്ത സേ നോ ടു ഡ്രഗ് എന്ന ലഹരി വിരുദ്ധ പദ്ധതിയുടെ രൂപരേഖ മോഹൻലാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ലഹരി വിമുക്തിയും അതോടൊപ്പം തന്നെ പുനരധിവാസവും ലക്ഷ്യമിട്ട് ഫൗണ്ടേഷൻ ഇതിനോടകം തന്നെ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് മോഹൻലാൽ രമേശ് ചെന്നിത്തലയോട് പറയുന്നുണ്ട്. കൂടാതെ ലഹരി വിരുദ്ധ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി ഒരു സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുന്നു. അതായത് അദ്ദേഹത്തിന്റെ അച്ഛൻ അമ്മ ഒക്കെ ഉണ്ടാക്കിയ വിശ്വശാന്തി ഫൗണ്ടേഷനും അതോടൊപ്പം തന്നെ അത് സർക്കാരുമായി ഒരു സഹകരണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ ലഹരിക്കെതിരെ പൂർണ്ണമായി തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് മോഹൻലാൽ ഇപ്പോൾ വ്യക്തമായി പറയുന്നു. ഓപ്പറേഷൻ തൂഫാൻ പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും സഹകരണവും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ നൽകുന്നതാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുകയാണ്. കൂടാതെ ഇതിപ്പോൾ ദക്ഷിണേന്ത്യയിലുള്ള, അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള സർക്കാരുമായി ചെന്ന് ഒരു കോർഡിനേഷൻ ചെയ്തുകൊണ്ട് ഒരു ഏകോപനവുമായി നടത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കേരള പോലീസും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും ഒരു നിർണായകമായ ഒരു നീക്കം നടത്താനായിട്ട് പോകുന്നത്. കൂടാതെ കേന്ദ്ര സർക്കാരുമായിട്ട്, അതായത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും അതോടൊപ്പം തന്നെ CBI അതോടൊപ്പം തന്നെ ED, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അഥവാ CID ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഒരു ഏകോപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരോടൊപ്പം തന്നെ ഒന്നിച്ച് പ്രവർത്തിച്ച് ഈ ലഹരി മാഫിയകളുടെ വേരറക്കാനായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നു. കൂടാതെ കര, നാവിക, വ്യോമ അതോടൊപ്പം തന്നെ തുറമുഖങ്ങളിലടക്കം, നമുക്കറിയാം മുംബൈയിലെ തുറമുഖങ്ങളിലടക്കമാണ് ഈ വലിയ രീതിയിലുള്ള ലഹരി വസ്തുക്കൾ വന്ന് അവിടെ കണ്ടെയ്നറിലായിട്ട് വന്ന് അവിടെ അടിഞ്ഞുകൂടുന്നത്. അതിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ഒരു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ലഹരി എന്നൊരു ശൃംഖലയെ തന്നെ മൊത്തത്തിൽ നശിപ്പിക്കുക, വേരോടെ പിടിന്നു കളയാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടാവുന്നത്. കൂടാതെ മോഹൻലാലിനെ
പോലെ വലിയ രീതിയിൽ താരമൂല്യമുള്ള മറ്റുള്ളവരുടെ ഒരു സമീപനവും അതോടൊപ്പം തന്നെ അവരുടെയും ഒരു സഹായം ഇതിന് വലിയ തോതിലുള്ള ഒരു പിന്തുണ നൽകുമെന്ന് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ കോർഡിനേറ്ററായ പുട്ട വിമലാദിയും കൂടി പറയുന്നുണ്ട്. എന്നാലും ഈ സംസ്ഥാന സർക്കാരിന്റെ നിർണായകമായ ഒരു തീരുമാനം അല്ലെങ്കിൽ നിർണായകമായ ഒരു ഓപ്പറേഷൻ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നുണ്ട്. ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന വിപത്തുകൾ എന്താണെന്ന് സർക്കാരിന് ഒരു പരിധിവരെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടുത്തിടെ ഉണ്ണിമുകുന്ദൻ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിന് താഴെ വന്ന ഒരാൾ പബ്ലിക്കായിട്ട് ലഹരി ഉപയോഗിക്കുന്ന വീഡിയോ അടക്കം പോലീസിന് കൈമാറി. അങ്ങനെ സിനിമാ നടന്മാർ അടക്കമുള്ളവർ മാതൃകയാകുന്നു. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു വിപത്തിനെ അവർ അതിജീവിക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ മോഹൻലാലും ഈ ഒരു നിർണായകമായ ഈ ഒരു ഓപ്പറേഷനിലേക്ക് പങ്കാളികളാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ തൂഫാൻ വാരിയേഴ്സിന്റെ ഒരു ബാഡ്ജ് രമേശ് ചെന്നിത്തല മോഹൻലാലിനെ കൈമാറിയിരിക്കുകയാണ്.